Hi all, welcome back to Amban's World. So, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് FRലെ ഒരു പേപ്പർ ആയിട്ടുള്ള F7, അതായത് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന പേപ്പറിലെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇനിയുള്ള കുറച്ച് വീഡിയോസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം FR എന്ന് പറയുന്ന പേപ്പറിൽ മെയിനായിട്ട് കവർ ചെയ്യുന്ന ടോപ്പിക്സ് കുറേ സ്റ്റാൻഡേർഡ്സ്, പിന്നെന്താണ് കൺസോളിഡേഷൻ, പിന്നെ നമ്മുടെ FS പ്രിപ്പറേഷൻ, അങ്ങനെ കുറേ ഭാഗങ്ങളാണ് നമ്മുടെ FR എന്ന് പറയുന്ന പേപ്പറിൽ ഒഫീഷ്യലി ഉള്ളത്. സോ ഇതിൽ FR എന്ന് പറയുന്ന പേപ്പർ അത്ര വലിയ പാടുമല്ല, എന്നാൽ നമുക്കൊട്ട് എന്താണ് എഴുതാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു FR എന്ന് പറയുന്ന പേപ്പറിൽ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് FRലെ ഒരു ടോപ്പിക്കായിട്ടുള്ള ടാഞ്ചിബിൾ നോൺ കറണ്ട് അസറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ സ്റ്റാൻഡേർഡ്സ്, അതായത് ടാഞ്ചിബിൾ നോൺ കറണ്ട് അസറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് വരുന്ന കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് IAS 16, IAS 20, IAS 40, IAS 23, അങ്ങനെ കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് IAS 16. IAS 16 എന്തിനെ കുറിച്ച് പറയുന്ന സ്റ്റാൻഡേർഡാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. IAS 16 എന്ന് പറയുന്നത് PPE അഥവാ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ എങ്ങനെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ ഏത് സ്റ്റാൻഡേർഡ്? IAS 16. IAS 16 governs the accounting treatment for the property plan and equipment. പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ഏത്? നമ്മുടെ IAS 16 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗവേൺസ് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ഫോർ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് വിച്ച് ആർ ടാഞ്ചിബിൾ ഐറ്റംസ്. ടാഞ്ചിബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഐറ്റം ദാറ്റ് വി കുഡ് ടച്ച് ആൻഡ് ഫീൽ, അതായത് നമുക്ക് ടച്ച് ചെയ്തും ഫീൽ ചെയ്തും ഒക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റത്തിന്, അങ്ങനെയുള്ള ഐറ്റംസിനെ പറയുന്ന പേരാണ് എന്തെന്ന്? ടാഞ്ചിബിൾ ഐറ്റംസ് എന്ന് പറയുന്നത്. So, which are tangible items used for production or supply of goods and services. അതായത് എന്താണ് നമ്മുടെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനോ യൂസ് ചെയ്യുന്ന ടാഞ്ചിബിൾ ഐറ്റം, അല്ലെങ്കിൽ ഫോർ റെന്റൽ ടു അതേഴ്സ്, അതായത് മറ്റുള്ളവർക്ക് റെന്റിന് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ്, അതായത് അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസ്, ഇങ്ങനെയുള്ളതിനെയൊക്കെ അക്കൗണ്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഏത് ഇതാണ് ഗവേൺ ചെയ്യുന്നത്? IAS 16. സോ IAS 16 definition എന്താ? IAS 16 governs the accounting treatment for property, plant and equipment which are tangible items used in the production or supply of goods or services for rental to others or for administrative purposes. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് നമ്മൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ അകത്ത് IAS 16 മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഡെഫിനിഷൻ ഓഫ് PPE, പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ഡെഫിനിഷൻ, റെക്കഗ്നിഷൻ ഓഫ് PPE, മെഷർമെന്റ് ഓഫ് റെക്കഗ്നിഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. മെഷർമെന്റ് ഓഫ് റെക്കഗ്നിഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇനിഷ്യൽ മെഷർമെന്റും ഉണ്ട്, സബ്സിക്വന്റ് മെഷർമെന്റും ഉണ്ട്. സബ്സിക്വന്റ് മെഷർമെന്റ് പിന്നെയും രണ്ടെണ്ണം ഉണ്ട്. അത് കോസ്റ്റ് മോഡൽ ഉണ്ട്, റിവാലുവേഷൻ മോഡൽ. ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നോക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് PPE, അതായത് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റിന്റെ IAS 16 അണ്ടറിൽ എന്താണ് അവർ ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത് നോക്കാം. പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ആർ ടാഞ്ചിബിൾ ഐറ്റംസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ആർ ടാഞ്ചിബിൾ ഐറ്റംസ് ദാറ്റ് ആർ ഹെൽഡ് ഫോർ ദ യൂസ് ഓഫ് പ്രോപ്പർ പ്രൊഡക്ഷൻ ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ റെന്റൽ ടു അതേഴ്സ് ഓർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഡെഫിനിഷൻ തന്നെ. എന്താ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ആൻ ടാഞ്ചിബിൾ അസറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ production or supply of goods or services for rental to others or for administration purposes. Okay ആണോ? Okay, അടുത്തത് it is a tangible items that are expected to used for more than one period. അതായത് ഒരു പീരിയഡിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ടാഞ്ചിബിൾ ഐറ്റംസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമ്മുടെ PPക്ക് എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിങ്സ്, മെഷീനറി, വെഹിക്കിൾസ്, ഫർണിച്ചർ, എക്യുപ്മെന്റ്. അതായത് നമ്മൾ ഇത്ര പീരിയഡ് മീൻസ് ഒരു 1 year 2 year അങ്ങനെ ഒരു പീരിയഡ് വെച്ചാണ് നമ്മളൊരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാങ്ങിക്കുന്നത്. ആ ഒരു സാധനത്തിന് എന്താണ് നമ്മൾ കുറച്ച് നാൾ എന്താണ് അതിനൊരു യൂസ്ഫുൾ ലൈഫ് ഉണ്ട് ഇല്ലേ? നമുക്കൊരു മെഷീനറി ആയാലും എന്തായാലും അതിനൊരു യൂസ്ഫുൾ ലൈഫ് ഉണ്ട് ഇല്ലേ? സോ അതാണ് ഡെഫിനേഷൻ എന്താണ്? പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ആർ ടാഞ്ചിബിൾ ഐറ്റംസ് that are held for the use of production or supply of goods or services
for a rental to others or for administration purposes. അടുത്ത രണ്ടാമത്തെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മോർ ദാൻ വൺ പീരിയഡ്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു യൂസ് ഫോർ എന്താണ് മോർ ദാൻ വൺ പീരിയഡ്. ഒരു പീരിയഡിനേക്കാൾ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ടാഞ്ചിബിൾ ഐറ്റംസിനെ പറയുന്ന പേരാണ് എന്തെന്ന്? PPE. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് റെക്കഗ്നിഷൻ ഓഫ് PPE. അടുത്ത നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? റെക്കഗ്നിഷൻ ഓഫ് PPE. An item of PPE is recognized as an asset. അതായത് PPEയിലുള്ള ഒരു ഐറ്റം അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അത് ചില ക്രിറ്റീരിയാസ് പാസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. സോ ഏതൊക്കെയാണ് ആ ക്രിറ്റീരിയാസ് എന്ന് നോക്കാം. ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ്, റിലയബിളി മെഷേർഡ്, മീറ്റ് ദ ഡെഫിനിഷൻ. ഏതൊക്കെയാ മൂന്നെണ്ണം? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അത് ഫ്യൂച്ചർ എക്കോണമിക് ബെനിഫിറ്റ്സ്, പിന്നെന്താ പറഞ്ഞേ? റിലയബിളി മെഷേർഡ്, പിന്നെ മീറ്റ് ദ ഡെഫിനിഷൻ. ഓക്കെ. സോ ഫസ്റ്റ് ഫ്യൂച്ചർ എക്കോണമിക് ബെനിഫിറ്റ് എന്താണ്? ഫ്യൂച്ചറിൽ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നതാണോ എന്ന് നോക്കണം. ഒന്ന്. അടുത്ത എന്താണ്? നമുക്ക് കോസ്റ്റ് ഓഫ് ദ അസറ്റ് ക്യാൻ ബി മെഷേർഡ് റിലയബിളി. അതായത് റിലയബിൾ ആയിട്ട് ആ ഒരു അസറ്റിന്റെ കോസ്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? മീറ്റ് ദ ഡെഫിനിഷൻ. അതായത് അതിന്റെ ഡെഫിനിഷൻ നമുക്ക് എന്താണ്? അസറ്റിന്റെ നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചു, ഒരു PPEക്ക് നമ്മൾ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു. ആ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നതാണോ ആ ഒരു അസറ്റ് എന്ന് നോക്കുക. ഓക്കെ ആണല്ലോ? സോ വാട്ട് ഈസ് ദ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയാസ് ഓഫ് PPE? ഫ്യൂച്ചർ എക്കോണമിക് ബെനിഫിറ്റ്സ്, റിലയബിളി മെഷേർഡ്, മീറ്റ് ദ ഡെഫിനിഷൻ. ഓക്കെ ആണ്? ഓക്കെ. അടുത്തത് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാം. നമ്മളിപ്പോൾ ഡെഫിനിഷൻ നോക്കി, അതുപോലെ തന്നെ റെക്കഗ്നിഷൻ നോക്കി. ഡെഫിനിഷനും റെക്കഗ്നിഷനും നോക്കിക്കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് മെഷർമെന്റ് ഓഫ് PPEയിലോട്ടാണ്. നമ്മൾ ഇതിലോട്ടാണ് പോകുന്നത്? മെഷർമെന്റ് ഓഫ് PPE. സോ ഇൻ മെഷർമെന്റ് ഓഫ് PPE there are two types of measurement. ഓക്കെ. ഏതൊക്കെയാ? ഇനിഷ്യൽ മെഷർമെന്റും സബ്സിക്വന്റ് മെഷർമെന്റും. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇനിഷ്യൽ മെഷർമെന്റ് വരെ നോക്കുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സബ്സിക്വന്റ് മെഷർമെന്റ് നോക്കാം. സോ ഇതിൽ ഇനിഷ്യൽ മെഷർമെന്റ് PPE ഈസ് ഇനിഷ്യലി മെഷേർഡ് അറ്റ് കോസ്റ്റ്. അതെന്താണ്? PPE അല്ലെങ്കിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ഓഫ് എക്യുപ്മെന്റ് ഇനിഷ്യലി ഏതിലാണ് മെഷർ ചെയ്യുന്നത്? അറ്റ് കോസ്റ്റ്. അതിന്റെ കോസ്റ്റിലാണ് മെഷർ ചെയ്യുന്നത്. അതായത് പർച്ചേസ് പ്രൈസ്, ഡയറക്ടറി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ്, ഡിസ്മാൻഡലിംഗ് ആൻഡ് റിസ്റ്റോറേഷൻ കോസ്റ്റ്, ഡീകമ്മീഷനിങ് കോസ്റ്റ്, പർച്ചേസ് പ്രൈസ്, ഇങ്ങനെ കുറെ എന്താണ് ഇനിഷ്യലി മെഷേർഡ് ആയിട്ടുള്ള കോസ്റ്റ് വെച്ചാണ് നമ്മൾ ഏതിൽ മെഷർ ചെയ്യുന്നത്? ഇനിഷ്യൽ മെഷർമെന്റിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റ്. ഓക്കെ ആണ്? ഓക്കെ. ഇനി എക്സ്പെൻസ് ഓഫ് ദ ഐറ്റംസ് സച്ച് ആസ് ഫ്യൂവൽ, ട്രെയിനിങ് ആൻഡ് ദ വാറന്റി കോസ്റ്റ് ഷുഡ് ബി റിട്ടൺ ഓഫ് ആസ് ഇൻകേർഡ്. അതായത് ഇൻകേർഡ് ആയിട്ട് നമ്മൾ ഏതൊക്കെ എക്സ്പെൻസസ് എഴുതി തള്ളേണ്ട? ഫ്യൂവല്, ട്രെയിനിങ് ആൻഡ് വാറന്റി കോസ്റ്റ്, ഇതെല്ലാം നമ്മൾ എന്താണ്? എക്സ്പെൻസസ് ആയിട്ട് എഴുതി തള്ളണം. ഓക്കെ ആണോ? ഇനി നമ്മൾ നേരത്തെ FA പഠിച്ചിട്ടുള്ള സെയിം സാധനം എന്താണ്? പ്രസന്റ് വാല്യൂ. ഓക്കെ. പ്രസന്റ് വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കണ്ടുപിടിക്കുന്നത്? പ്രസന്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1 പ്ലസ് r റേസ് ടു n. അതായത് 1/1 പ്ലസ് r റേസ് ടു n. ഓക്കെ ആണല്ലോ? ഫ്യൂച്ചർ വാല്യൂ, പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1 പ്ലസ് r റേസ് ടു n. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കിയത്? നാപ്പാട് നമ്മൾ കുറച്ച് പോർഷൻസ് എടുത്തിട്ടുള്ളൂ. IAS 16ന്റെ ഡെഫിനിഷൻ പറഞ്ഞു, റെക്കഗ്നിഷൻ പറഞ്ഞു, മെഷർമെന്റിന്റെ അകത്തെ ഫസ്റ്റ് മെഷർമെന്റ്, ഇനിഷ്യൽ മെഷർമെന്റും പറഞ്ഞു. ഓക്കെ. IAS 16ന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? അല്ലെങ്കിൽ PPEയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ആർ ടാഞ്ചിബിൾ ഐറ്റംസ് that are held for the use of production or supply of goods or services for a rental to others or for administrative purposes. Okay. രണ്ടാമത്തെ എന്തായിരുന്നു? ആൻഡ് ആർ എക്സ്പെക്റ്റഡ് ഫോർ മോർ ദാൻ വൺ പീരീഡ്. അതായത് ഒരു പീരീഡിനേക്കാൾ കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ലൈഫ് ഉണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത പിന്നെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയാസ് ഇതൊക്കെയായിരുന്നു. ഫ്യൂച്ചർ എക്കോണമിക് ബെനിഫിറ്റ്, റിലയബിളി മെഷേർഡ്, മീറ്റ് ദ ഡെഫിനിഷൻ. ഓക്കെ ആണ്? ഓക്കെ. ഇനിഷ്യലി മെഷർ ചെയ്യുന്ന ഏതിലാന്ന് പറഞ്ഞത്? കോസ്റ്റ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത്. ഓക്കെ, ബൈ.